ഡോക്ടർ ബി ജയരാജ്, അത് ശരിയാണല്ലോ, ഒരു പരിഹാസ കഥാപാത്രമായി നിൽക്കുകയാണ് ശ്രീമതി വീണ ജോർജ്. ഇപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ കഴുത്തിന് വേദനയുണ്ടായിരുന്നു, പിടലി ഉളുക്കിയിട്ടുണ്ട്, അതൊക്കെ ശരി, അവർക്ക് അവിടെ ഒരു ചികിത്സ നൽകി, അതൊക്കെ വേണമായിരുന്നു. പക്ഷേ മന്ത്രിയെ ആക്രമിച്ചു എന്നുള്ള പേരിൽ CPM കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? കണ്ണൂരിൽ ഇന്നലെ രാത്രിയും അക്രമം നടക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം എവിടെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം? മഞ്ജുഷി പറയുന്ന കേൾക്കുന്നുണ്ടെ ഈ KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും VD സതീശനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കേരളം മുഴുവൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അരി തിന്നതും പോരാ, വഴിപോക്കനെ കടിച്ചതും പോരാ, പിന്നെ നായ്ക്കാണ് മുറുമുറുപ്പെന്ന് എന്ന് പറഞ്ഞ കണക്കല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കരിങ്കൊടിയുമായി ചീറിയെടുത്തു, അവരുടെ പെടലിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിനുശേഷം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോഴത്തേക്ക് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമാണ്, കുൽസിത ശ്രമമാണ് നടക്കുന്നത്. ഇത് നേരത്തെ നടത്തിയിട്ടുണ്ട്. ഇവരുടെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിപ്പ രാജകുമാരി എന്നും കോവിഡ് റാണി എന്നൊക്കെ വിളിച്ച് മുൻ ഇവർക്ക് സ്ത്രീകളോടുള്ള അസഹിഷ്ണുതയാണെന്നേ. സ്ത്രീകൾ നേതൃത്വത്തിലോട്ട് വരുന്നതും സ്ത്രീകൾ കാര്യപ്രാപ്തിയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഇത്തരം യാഥാസ്ഥിതിക മനസ്സുള്ള, സങ്കുചിത മനസ്സുള്ള, മിസോഗൈനിസ്റ്റിക് ആയിട്ടുള്ള മെയിൽ ഷോവനിസ്റ്റ് പിഗുകൾക്ക് സഹിക്കുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒറ്റയിരുന്നുള്ള ആക്രമണം ഉണ്ടാവുന്നത്. വീണ ജോർജിന് എന്താണ് ഇതിനകത്ത് വീണ ജോർജ് ചെയ്ത തെറ്റ്? വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. ഇങ്ങനെ ഒരു കത്രിക ഉള്ളിൽ പോയൊരു സംഭവം ഉണ്ടായി. അതിനെ തുടർന്നൊരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ തുടർന്ന് അന്വേഷണം ഏർപ്പെടുത്താൻ പറ്റും, അവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിനു പകരം ഇവരോട് വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെ ആക്രമിക്കുക, അവരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന. ഇതിനു മുമ്പ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു കരിങ്കൊടി സമരം നടക്കുന്നത്. താങ്കൾ പറയുന്ന കേട്ട തോന്നുന്നു ഇത് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കരിങ്കൊടി സമരം നടക്കുന്നത് എന്ന്. ഈ കരിങ്കൊടി സമരം നടക്കുമ്പോഴും മറ്റ് പ്രതിഷേധ സമരങ്ങൾ നടക്കുമ്പോഴും എനിക്കൊരു പേടിയും ആരെയുമില്ല, ഞാൻ ഭീരുവല്ല, ഭീരുക്കൾ നിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരിടാൻ ചെന്നയാളാണ് മന്ത്രി വീണ ജോർജ്. അവരുടെ പദവിക്ക് പറ്റിയ ഒരു കാര്യമല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങനെയാണ് സംഭവിച്ചത്. 3 KSUക്കാരാണ് ഉണ്ടായിരുന്നത്, അവരെ പോലീസ് പിടിച്ചു മാറ്റുകയും ചെയ്തു. പോലീസിനെ തട്ടിയിട്ടുകൊണ്ട് KSUക്കാർക്കെതിരെ ഇവരെന്തിനാണ് ഇത്തരത്തിലും ഒരു പ്രകോപനപരമായി സംസാരിച്ചത്? അതിന്റെ ആവശ്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പ്ലാറ്റ്ഫോമിൽ വെച്ചും അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം അവർക്ക് പെടലിക്ക് വേദന വന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായി. ശരി, അങ്ങനെ വന്നോട്ടെ. എങ്കിൽ പോലും അതിന്റെ പേരിൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് താങ്കൾ പറയുകയാണ് ഇതിനെല്ലാം കാരണം ആ കരിങ്കൊടിയുമായി ചെന്ന 3 പേരാണെന്ന്. ഇതിനകത്ത് ഇതിപ്പോ ആദ്യത്തെ സംഭവമല്ലല്ലോ. മുഖ്യമന്ത്രി വിമാനത്തിൽ യാത്ര നടത്തുന്ന സമയത്ത് 3 യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ടിക്കറ്റ് എടുത്തു കൊടുത്ത് അതിനകത്ത് ആക്രമിക്കാനായിട്ട് ആഹ്വാനം ചെയ്തവരാണിവർ. ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് യാത്ര ചെയ്യുന്ന വിമാനത്തിലടക്കം ആക്രമണം കേരളം കണ്ടതാണ്. ഇത് ഇന്നലെ തുടങ്ങുന്ന ആക്രമണങ്ങളല്ല ഇത് നിരന്തരമായി തുടങ്ങിയതല്ല. അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നെറ്റിക്ക് പരിക്ക് പറ്റുന്നത് എങ്ങനെയാണ് എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നെഞ്ചുംകൂടിനെ പറ്റി വിശേഷം നടത്തിയത് ആരാണ് എന്നുള്ള കാര്യവും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഡോക്ടർ ബി ജയരാജ്. എന്നിട്ടാണ് ഈ ആരോഗ്യമന്ത്രിയുടെ ഒരു നാടകം അതിവിടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇടത് സഹയാത്രികൾ ഇങ്ങനെ സംസാരിക്കുന്നത്. നാട്ടിൽ കലാപമുണ്ടാക്കുന്നത് ആരാണ്? കണ്ണൂരിൽ എവിടെയൊക്കെയാണ് അക്രമം നടന്നത് ഇതിന്റെ പേരിൽ? ഒരു അവസരം കിട്ടുന്നതിനായി കാത്തിരുന്ന പോലെയായി. സമരരംഗത്തേക്ക് ഇറങ്ങുവാൻ ഇപ്പോൾ അവസരമില്ലാതിരുന്ന SFI കുട്ടികൾ പോലും ഇറങ്ങുകയാണ്. നമ്മൾ ഈ കാര്യത്തിനെ കാണുന്നത് അത് ആദ്യമായിട്ടല്ലല്ലോ തുടങ്ങിയത്. ഇത് കൃത്യമായ ആഹ്വാന പ്രകാരം ആദ്യമേ കൊണ്ടുവന്ന് റീത്ത് വെക്കുന്ന സിംബോളിസം എന്താണ് ഉദ്ദേശിക്കുന്നത്? റീത്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ വകവരുത്താൻ പോലും ഞങ്ങൾക്ക് മടിയില്ല എന്ന് കാണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഔദ്യോഗിക വസതി ആരാണ് അവിടെ കയറിയത്? നേമം ഷജീറും അവിടുത്തെ കുറെ SDPIയുടെ പരസ്യമായിട്ടുള്ള ഗുണ്ടകളുമാണ് അവിടെ ഇടിച്ചു കയറിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊന്നും അല്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള അജണ്ട എവിടെ നിന്നാണ് വരുന്നതെന്ന് ഷാഫി പറമ്പിൽ ഇന്ന് വന്നിറങ്ങിയല്ലോ. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള അച്ചുതണ്ട് ഉണ്ടാക്കുകയും ഇത്തരം തീവ്രവാദ ആളുകളെ റോഡിലേക്ക് ഇറക്കുകയും ആക്രമണം അഴിച്ചുവിടുന്നത്. മുമ്പ് ഗുണ്ടകളെയാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിലൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഗുണ്ടകളെക്കാളും അതിക്രമകാരിയായിട്ടുള്ള ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം ഓപ്പറേഷൻസ്. അപകടകരമായ 3 KSUക്കാരെയാണ് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകൾ എന്ന് ശ്രീ ബി ജയരാജ് വിശേഷിപ്പിക്കുന്നത്. ശ്രീ OK ഫാറൂഖ്, ഈ ജയരാജൻ സത്യത്തില് ഈ നാഗ്പൂരിൽ നിന്നാണോ സംസാരിക്കുന്നത്? RSSന്റെ കാര്യത്തിൽ നിന്നാണോ? എനിക്കൊരു സംശയമുണ്ട്. എന്തുവാ ഈ പറയുന്നത്?
ഇന്ത്യ രാജ്യത്ത് ഒരു സമരം നടത്തിയാൽ, ഒരു പ്രതിഷേധം നടത്തിയാൽ, ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ താങ്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവർ രാജ്യദ്രോഹികൾ. ശ്രീ ജയരാജ്, നിങ്ങളൊക്കെ RSSന്റെ നാമം ഞങ്ങൾക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്ത്യ രാജ്യത്ത് ഈ ഗവൺമെന്റിനെതിരെ, രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ധ്വംസനം നടത്തുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ നമ്മൾ ശബ്ദിച്ചാൽ നമ്മളെ എല്ലാവരും പറയും രാജ്യദ്രോഹികളാണ്. ഇപ്പോൾ CPM ഇടതുപക്ഷത്തിന്റെ ഈ മന്ത്രിക്കെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ, CPMനെതിരെ, പിണറായിക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയാൽ മുസ്ലിം തീവ്രവാദികൾ. ഇതാണ് ഞാൻ പറയുന്നത്. RSS ആരാ, CPM ആരാണെന്ന് നമുക്ക് വേർതിരിച്ച് കാണാൻ കഴിയുന്നില്ല. രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശമല്ല, രണ്ടും ഒരു വശമായി മാറിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് പറയാം, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന ഉണ്ടല്ലോ ഇപ്പോൾ പറഞ്ഞ, അതൊക്കെ പിൻവലിക്കാൻ തയ്യാറാവണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. വളരെ മോശം. കേരള സമൂഹം കാണുന്നുണ്ട്. താങ്കൾ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു ആളായിട്ട് വന്ന് ഇരുന്നിട്ട് ഇമ്മാരിത്തെ വർത്തമാനം പറയുന്നത്. ഡോക്ടർ ബി ജയരാജ് ആദ്യം പറഞ്ഞ കാര്യം, ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് എന്ന്. അല്ല, ഞാൻ കാര്യങ്ങളിലേക്ക് വരാം. ഇപ്പൊ ഞാൻ അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യത്തിനുള്ളതാണ്. ഒരു പ്രതിഷേധം നടത്തി ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാര് ആ യൂത്ത് കോൺഗ്രസിന്റെ ഇവിടുത്തെ ഈ നെറികേടുകൾക്കെതിരെ ശബ്ദിച്ചതാണ്. മനസ്സിലായില്ലേ? അവിടെ ഇത്തരം വർത്തമാനങ്ങൾ പറയരുത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയണം. രണ്ടാമത്, ഇനി ഇവിടെ എന്താണ് ഇവിടെ സംഭവം നടന്നത്? യഥാർത്ഥത്തിൽ ശ്രീ മഞ്ജുഷേ, ഞാൻ ഇതിനൊരു സിനിമ പോലെയാണ് കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ പെടലിക്കഥ എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിന്റെ സംവിധായകൻ AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറാണ്. ഇതിന്റെ തിരക്കഥ എന്ന് പറയുന്നത് നമ്മുടെ കിണറേഷ് ഉണ്ടല്ലോ, കിണറേഷ് ഫ്രം AKG സെൻട്രൽ നിന്നാണ് അദ്ദേഹം ഈ തിരക്കഥ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ അഭിനേതാവ് ആരാന്ന് ചോദിച്ചാൽ വീണ ജോർജ്. കഴിഞ്ഞ ദിവസം, ഇന്നലെ രാത്രി മുതൽ കേരളത്തിന്റെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട പല നടന്മാരും നടിമാരും ഒക്കെ സങ്കടത്തോടു കൂടി മൂക്കിന് മുകളിൽ കൈവച്ചിട്ടിരിക്കുകയാണ്. അവരൊക്കെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. ഭക്ഷണം പോലും കഴിക്കുന്നില്ല. ഞങ്ങളെക്കാളും വലിയ അഭിനയത്തിന്റെ ആളുകളായി CPMലെ ഈ വീണ ജോർജും AN ഷംസീറും മുഖ്യമന്ത്രിയൊക്കെ മാറിയല്ലോ, ഞങ്ങളൊക്കെ ഇപ്പൊ ഫീൽഡ് ഔട്ട് ആവുമല്ലോ എന്ന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ ഇവിടെ നടന്നത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രതിഷേധത്തിന്റെ അതിർവരമ്പ് എഴുതാം. ഒന്ന് പറഞ്ഞേ. പ്രതിഷേധിക്കാൻ ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതിന് അതിർവരമ്പുകളില്ല. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ വന്നതല്ല. ഞങ്ങൾ എന്തിനാണ് ഇവിടെ പ്രതിഷേധം നടത്തിയത്? ഞങ്ങൾ ആരോഗ്യ വകുപ്പ്, ഇവിടെ 20 മന്ത്രിമാരുണ്ടല്ലോ. ഇപ്പൊ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് നേരെ മാത്രം എന്താ പ്രതിഷേധം നടത്താൻ കാരണം? ഇവിടെ ഇപ്പോൾ കുറച്ച് റീസെന്റ് നമുക്കറിയാം കുറെ സംഭവങ്ങൾ ഉണ്ടായി. ആ സംഭവങ്ങളിൽ അവസാനം ആലപ്പുഴ നമുക്കൊരു മെഡിക്കൽ കോളേജിനകത്ത് ഉഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ചത് ഈ ഭരണകൂടത്തിന്റെ ആരോഗ്യ വകുപ്പിന്റെ നിസ്സംഗതയും കെടുകാര്യസ്ഥതയും മൂലം ആ പാവപ്പെട്ട സ്ത്രീ 5 വർഷം കത്രിക കൊണ്ട് നടന്നു. എന്നിട്ട് അവര് പറയാണ്, ആശുപത്രിയിൽ പോയി ചെന്നാൽ, ഈ ഗവൺമെന്റ് ആശുപത്രിയിലേ പോകാൻ കഴിയുന്നുള്ളൂ, അവിടുത്തെ ഡോക്ടർമാർ പറയാണത്രേ അത് കിഡ്നി സ്റ്റോൺ ആണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടുകയാണ്. അവസാനം സ്കാൻ ചെയ്തപ്പോഴാണ് വിവരം അറിയുന്നത്. ഞാൻ പാലക്കാട് ജില്ലക്കാരനാണ്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയില് 9 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട്, പേര് വിനോദിനി എന്നാ. കേൾക്കണം ശ്രീ ജയരാജെ, ഞങ്ങൾ എന്തിനാ സമരം നടത്തിയെന്ന് പറഞ്ഞുതരാം. ആ കുഞ്ഞ് ഒന്ന് കളിക്കുന്നതിനിടയിൽ ഒരു വീണു, കയ്യിലൊരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി. നേരെ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവർ ഒരു തരത്തിലുള്ള ശുശ്രൂഷ നടത്താതെ നേരെ കുറച്ചു ബാൻഡേജ് കെട്ടിപ്പൊതിഞ്ഞിട്ട് വിട്ടു. ആ കുഞ്ഞിന്റെ കൈ ചീഴിയാണ്, ആ കുഞ്ഞിന്റെ കൈ പഴുക്കുകയാണ്. എന്നിട്ട് പിന്നീട് അവസാനം ആ കുഞ്ഞിനൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് പറയുമ്പോൾ ആ കുഞ്ഞിന്റെ കൈ വെട്ടി, കൈ മുറിച്ചു മാറ്റിയിട്ട് ഇപ്പോ ഈ വീണ ജോർജ് പോയ ICUലുണ്ടല്ലോ, ICU അതിനെ ഉപയോഗിക്കുക, തീവ്രപരിചരണ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ആ കുഞ്ഞിനെ അവിടെ കിടത്തി. കുഞ്ഞ് ICUയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേൾക്കണം മിസ്റ്റർ ജയരാജ്, ഞങ്ങൾ സമരം നടത്തിയ അതിനാണ്, ഞങ്ങളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന താങ്കളോട് എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞ് പറയാണ്, എൻ്റെ അമ്മേ, എൻ്റെ വലത് കൈ എവിടെയെന്ന്. വലത് കൈ ഈ ഭരണകൂടം എടുത്തുകൊണ്ടുപോയി. വലത് കൈ ഈ വീണ ജോർജിന്റെ കെടുകാര്യസ്ഥതയുടെ ഈ ആരോഗ്യ വകുപ്പിന്റെ സിസ്റ്റം, ഈ ഫെയിലിയർ ആയ സിസ്റ്റം, ആ സിസ്റ്റം കൊണ്ടുപോയി. അതാണ് സത്യം, അതല്ലേ സത്യം? അങ്ങനെ ആ കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ടിട്ട്, കേൾക്കാമോ? പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.